എല്ലാവർക്കും കുക്കുത്രിനിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പെറോട്ടയുടെയും ഒക്കെ കൂടെ ഒരുപോലെ പോകുന്നൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. നല്ല തിക്ക് ഗ്രേവിയൊക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറി. ഇതിനു മുമ്പ് ഞാൻ പല വെറൈറ്റീസിലുള്ള മുട്ടക്കറി ഒരു 2-3 റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോസും കൂടെ ഒന്ന് കാണണം കേട്ടോ. കാണുക മാത്രമല്ല ട്രൈ ചെയ്യും, ഫീഡ്ബാക്ക്സ് അറിയിക്കുകയൊക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഈ കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് സവോളയും തക്കാളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള സവോള, ഒരു വലിയ തക്കാളി ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ കുറച്ച് വലുതായിട്ടാണ് ഇത് മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. കാരണം നമ്മളിത് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് വലുതായിട്ട് ഇരുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചൂടായിട്ട് വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചാലും മതി. എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് സവോളയും തക്കാളിയും കൂടെ ഒരുമിച്ചിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ കറിക്കൊക്കെ ചെയ്യുന്നത് പോലെ നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇത് വേഗം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോകരുത് കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. ഇപ്പോൾ ആ സവോളയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്, അതുപോലെ ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തണുത്തോട്ടെ, എന്നിട്ട് വേണം ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഇല്ലാതെ തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതൊന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ആദ്യം തന്നെ കുറച്ച് മസാലക്കൂട്ട് വേണം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 4 ഏലക്ക, 5-6 കുരുമുളക്. ഇത് കൂടാതെ നമുക്ക് വേണ്ടുന്നത് കുറച്ച് പൊടികളും കൂടെ ഉണ്ട്. അതായത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 മുതൽ 2 ടീസ്പൂൺ വരെ മുളക് പൊടി, അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത്, അതായത് നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണ്. പിന്നെ വേണ്ടുന്നത് 1.5 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഇത് 1/2 കപ്പ് കട്ടി തേങ്ങാപ്പാലാണ്. അതായത് നമ്മൾ തേങ്ങ പിഴിഞ്ഞെടുക്കുന്നതിനകത്ത് ആദ്യം കിട്ടുന്ന പാല്. ഇത് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പും അതുപോലെ തന്നെ നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ കഴിവതും ഇത് ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ പാല് പിഴിഞ്ഞെടുക്കാനൊക്കെ അത്രയ്ക്ക് മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പിന്നെ വേണ്ടുന്നത് കുറച്ച് മല്ലിയില, ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില അരിഞ്ഞത്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് മുട്ട. അപ്പം ഞാനിവിടെ ഒരു 5 മുട്ട പുഴുങ്ങി വരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള മുട്ട പുഴുങ്ങിയെടുത്ത് വെക്കുക. ഞാൻ ആ സവോളയും തക്കാളിയും കൂടെ തണുത്ത് കഴിഞ്ഞപ്പം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾ വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ. നമ്മുടെ കറിക്ക് നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് വേണ്ടുന്നത്. അപ്പം അങ്ങനെ ഒരു തിക്നെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പേസ്റ്റ് അധികം നീണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പം കുറച്ച് വെള്ളം മാത്രം ചേർത്തേ അരച്ചെടുക്കാവുള്ളൂ. ഇനി നമുക്ക് വീണ്ടും പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണയൊക്കെ മതിയാവും. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും തീ തീർത്തും ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് മസാലകളും അതുപോലെ തന്നെ പൊടികളും ഒക്കെ ഇട്ട് മൂപ്പിക്കാൻ പോവാണ്. അപ്പം തീ കൂടി കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് മൂത്ത് കരിഞ്ഞു പോകും. ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ എടുത്ത് വെച്ചിരുന്ന പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് ഇത്രയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പം തീ തീർത്തും ലോ ഫ്ലെയിമിൽ അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് മൂത്ത് കരിഞ്ഞതുപോലെയാവും. അപ്പം തീ കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി വേണ്ടുന്നത് മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടിയാണ്. ജീരകത്തിൻ്റെ പൊടി നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുത്ത് ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ട് മൂപ്പിച്ചെടുക്കണം. ഒട്ടും തന്നെ കരിഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിതിനകത്തേക്ക് ഒരല്പം, ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ആ പൊടികളുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന സവോളയുടെയും തക്കാളിയുടെയും കൂടെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ആ പാത്രത്തിലുണ്ടായിരുന്ന ബാക്കി പേസ്റ്റ് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിനകത്തേക്ക് കഴുകി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് തീ ഒരല്പം കൂടെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് ഈ സവോളയുടെയോ തക്കാളിയുടെയോ ഒക്കെ എന്തെങ്കിലും ഒരു പച്ചക്കുത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കിട്ടണം. അതുപോലെ തന്നെ ഈ ഗ്രേവി നല്ല തിക്കായിട്ട്, അതായത് ഒരു പേസ്റ്റ് പരുവത്തിലേക്ക് തന്നെ വരണം. അപ്പോഴത്തേക്കും എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. അതുവരെ നമുക്കിത് അടുപ്പിൽ തന്നെ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ ആ മാറ്റി വെച്ചിരുന്ന ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം വറുത്ത് പൊടിച്ചതുണ്ടല്ലോ, അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളച്ചോട്ടെ. തീ കുറച്ച് കൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോകരുത് കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ആ പച്ചമണമൊക്കെ ഒന്ന് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1/2 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആ ഗ്രേവിയിലേക്ക് അതൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ സമയത്ത് നമ്മുടെ ഗ്രേവിയുടെ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ആദ്യം ചേർത്ത ഉപ്പേ ഉള്ളൂ, പിന്നീട് ചേർത്തിട്ടില്ല. അപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പുഴുങ്ങി വരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നോരോന്നായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. മുട്ട നമ്മൾ ഓൾറെഡി പുഴുങ്ങിയതാണ്, അപ്പോൾ ഇനി കൂടുതൽ വേകാനൊന്നുമില്ല. അതുപോലെ തന്നെ മുട്ടയിലേക്ക് അധികം മസാലയൊന്നും പിടിക്കത്തുമില്ല. അപ്പം ഇത് നമ്മളിനി ഒരുപാട് നേരം ഇട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ആ ഗ്രേവിയൊക്കെ ആ മുട്ടയിലേക്ക് ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് ചെറുതീയിലൊന്ന് മൂടി വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 1/2 കപ്പ് കട്ടി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ ഗ്രേവിയുടെ ആ ഒരു ടെക്സ്ചറേ മാറും. കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കറി തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന മല്ലിയിലയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ. ഇത് മാത്രമല്ല, ഇതിന് മുമ്പ് ഞാൻ ഇട്ടിരുന്ന മുട്ടക്കറികളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം അടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എന്നാലേ ഉള്ളൂ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരികയുള്ളൂ. പിന്നെ ഈ റെസിപ്പികളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും ഒപ്പം ഈ റെസിപ്പീസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.